probability of 1.22 less than or equal to z less than or equal to 2.80. ഇപ്പോൾ സെഡിൻ്റെ വാല്യൂ 1.22-ൻ്റെയും 2.80-യുടെയും ഇടയിൽ കിടക്കാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മളെ സ്റ്റാൻഡേർഡ് നോർമൽ കർവിലേക്ക് പോകുന്നു. മൈനസ് ഇൻഫിനിറ്റി ഇവിടെ, സെഡ് ഇസ് ഈക്വൽ ടു 0 ഇവിടെ, പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെയുള്ള രണ്ട് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ രണ്ടും പോസിറ്റീവ് സൈഡിലാണ്. അപ്പോൾ 1.22 എന്ന് പറഞ്ഞാൽ 0ൻ്റെ കുറച്ചും കൂടി അടുത്തേക്ക് വന്നിട്ടുണ്ട്. 1.22 എന്ന് പറയുന്ന നമ്പർ ആൻഡ് 2.8 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ്. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയിൽ 2.8 or 2.80 രണ്ടും സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയിൽ സെഡ് വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഏതൊരു സ്റ്റാൻഡേർഡ് നോർമൽ ഏരിയയും കണ്ടുപിടിക്കുന്നത് ഇൻ ടേംസ് ഓഫ് 0 ടു ഒരു നമ്പർ വരെയുള്ള പ്രോബബിലിറ്റിയാണ് ടേബിൾ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഏരിയ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഈ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നോക്കൂ, 0 മുതൽ 2.80 വരെയുള്ള ഏരിയ നോക്കിയേ, ഈ ഏരിയ അല്ലേ. ഈ ഏരിയയിൽ നിന്ന് 0 to 2.80 എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് 0 to 1.22 എന്ന് പറയുന്ന ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് കളഞ്ഞാൽ, ഈ ഭാഗം മൈനസ് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള പോർഷൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ. അപ്പം നമ്മളിവിടെ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.80. അതാണ് 0 മുതൽ ഈ പോർഷൻ, ഈ വലിയ പോർഷൻ, ആ വലിയ പോർഷനിൽ ഈ ചെറിയ പോർഷൻ നമ്മൾ ഒഴിവാക്കുകയാണ്. മൈനസ് ആരോ ഒഴിവാക്കുന്നു? പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.22. ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വലിയ പോർഷനിൽ ഈ ചെറിയ പോർഷൻ ഒഴിവായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റിക്വയർഡ് ഏരിയയുടെ പ്രോബബിലിറ്റി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം 2.80ൻ്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഏരിയ നോക്കാം. അപ്പോൾ 2.8ൽ 0, ദ വാല്യൂ ഈസ് 0.4974. ഇതാ 2.8 ഇത് അവിടെയുണ്ട്, അതിൻ്റെ 0ൽ നോക്കുക 0.4974. അതാണ് നമുക്ക് കിട്ടുന്ന ഏരിയ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4974 മൈനസ് ഇനിയിപ്പോൾ 1.22ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1.22ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ നോക്കാം. അപ്പോൾ 1.2ൽ 0.02 ആണ് നോക്കേണ്ടത്. അപ്പോൾ 1.2ൽ 2 നോക്കുമ്പോൾ 0.3888 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.3888. ഇതാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 0.1086 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പം ഒരേ സൈഡിലുള്ള വാല്യൂസ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ മൈനസ് ചെയ്യുക, വലുതെന്ന് ചെറുതിൻ്റെ ഏരിയ ഒഴിവായിക്കളയും. അപ്പോഴാണ് നമുക്ക് റിക്വയർഡ് പോർഷൻ്റെ ഏരിയ കിട്ടുന്നത്. അതേമാതിരി മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് -3.03 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -0.72. ഇവിടെ രണ്ട് നെഗറ്റീവ് വാല്യൂസിൻ്റെ ഇടയിൽ സെഡ് വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി, 0, പ്ലസ് ഇൻഫിനിറ്റി, നമ്മൾ രണ്ട് വാല്യൂസും അല്ലേ. അപ്പം -0.72 എന്ന് പറയുന്ന വാല്യൂ ഇവിടെയുണ്ട് ആൻഡ് -3.03 എന്ന് പറയുന്ന ഏരിയ വാല്യൂ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി എങ്ങനെ ചെയ്യണം? ഇതിനെ രണ്ട് ഏരിയ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ദിസ് ഇസ് ഈക്വൽ ടു ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ -3.03 മുതൽ 0 വരെയുള്ള ഈ വലിയ പോർഷൻ, അതിന്ന് ഞാൻ ആരെ ഒഴിവാക്കണം? -0.72 മുതൽ 0 വരെയുള്ള പോർഷനെ മൈനസ് ചെയ്ത് കളയണം അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് -3.03 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0
-3.03 മുതൽ 0 വരെയുള്ള പോർഷൻ മൈനസ്, അപ്പോൾ നമ്മൾ ഈ ചെറിയ പോർഷൻ, അതായത് പ്രോബബിലിറ്റി ഓഫ് -0.72 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള പോർഷൻ അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൈനസ് വന്നിട്ട് -3.03 ടു 0 എന്ന് പറയുന്നതും 0 ടു +3.03 എന്ന് പറയുന്നതും തുല്യമാണ്. ആ ഏരിയകൾ രണ്ടും തുല്യമാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3.03 മൈനസ്, അതുമാതിരി ഈ ഏരിയ പ്രോബബിലിറ്റി ഓഫ് -0.72 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 പറയുന്നതും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു +0.72 എന്ന് പറയുന്നതും തുല്യമാണ്. അപ്പോൾ ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.72. ഇങ്ങനെ രണ്ട് ഏരിയകളെ മൈനസ് ചെയ്തിട്ട് വേണം നമ്മുടെ റിക്വയർഡ് ഏരിയ കിട്ടാൻ. അപ്പോൾ ആദ്യം നമ്മൾ 3.03ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ നോക്കാം. അപ്പോൾ 3.03, അപ്പോൾ 3.0 ഇവിടെയുണ്ട്, 0.03 എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ കിട്ടുന്നത് 0.4988 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ടേബിളിൽ നിന്ന് കിട്ടുന്നത് 0.4988 എന്ന് പറഞ്ഞ വാല്യൂ ആണ് 3.03ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയത്. ഇനി അടുത്തത് നോക്കേണ്ടത് 0.72ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ 0.72, അപ്പോൾ 0.7 ഇത് അവിടെ ഉണ്ട്, അതിൽ 0.2 നോക്കുക. അപ്പോൾ 0.72 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇത് ഇവിടെ കാണുന്നുണ്ട്, ഇതാണ് 2642 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് മൈനസ് 0.2642. ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.2346. ഇതാണ് നമ്മളെ റിക്വയർഡ് പ്രോബബിലിറ്റി. If x follows normal distribution with parameter 50, 5 square, find probability of x less than 50, probability of x less than 60, probability of 45 less than x less than 60, probability of modulus of x minus 50 less than 5. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു നോർമൽ റാൻഡം വേരിയബിളിനെ കുറിച്ചിട്ടാണ്. ആൻഡ് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി എല്ലാം നോർമൽ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നോർമൽ റാൻഡം വേരിയബിൾ എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന റാൻഡം വേരിയബിൾ എക്സ് ആണ്. എക്സ് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. പാരാമീറ്റർ 50, 5 സ്ക്വയർ ആണ്. അതായത് മ്യൂവിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 50 ആണ്. സിഗ്മ സ്ക്വയർ ആണ് 5 സ്ക്വയർ. Sigma square is 5 square. That means sigma is equal to 5. അപ്പം ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീന് 50 ആണ്, മ്യൂ 50 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 5 ആണ്. അപ്പം നമുക്ക് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടുള്ള പ്രോബബിലിറ്റി ആണ് കാണേണ്ടത്. അപ്പോൾ ഒരു നോർമൽ റാൻഡം വേരിയബിളിൻ്റെ പ്രോബ്ലം എല്ലാം തന്നെ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് സെഡിൻ്റെ ടേംസിലാണ് പ്രോബബിലിറ്റി കാണുക. അപ്പം ഏതൊരു നോർമൽ റാൻഡം വേരിയബിളിനെ കിട്ടിയാലും ഉടനെ തന്നെ നമ്മൾ അയാളെ പിടിച്ചിട്ട് സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റും. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ എന്താണ്, എങ്ങനെയാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ എഴുതുന്നത്? എക്സ് മൈനസ് അതിന് അതിൻ്റെ മീനായിട്ടുള്ള മ്യൂ മൈനസ് ചെയ്യും, ഹോൾ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ചെയ്താലാണ് ഒരു റാൻഡം വേരിയബിളിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് നോർമൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഹിയർ എക്സ് മൈനസ്, ഇവിടെ മ്യൂ എത്രയാണ്? 50 ആണ്, ഡിവൈഡഡ് ബൈ സിഗ്മ എത്രയാണ്? 5 ആണ്. അതായത് ഈ ക്വസ്റ്റ്യനിൽ എക്സ് മൈനസ് 50/5 ആണ് അത് ഈ റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ. ദറ്റ് ഈസ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 50 ഡിവൈഡഡ് ബൈ 5 ഫോളോസ് N01. അപ്പോൾ ഇനി ഏതൊരു പ്രോബ്ലത്തിലും, ഏത് പ്രോബ്ലത്തിലും എക്സിനെ കാണുമ്പോൾ എക്സിനെ ഏത് രൂപത്തിലേക്ക് മാറ്റണം? സെഡ് ആക്കിയിട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. അങ്ങനെയാണ് നോർമൽ റാൻഡം വേരിയബിൾസിൻ്റെ എല്ലാ പ്രോബ്ലം ചെയ്യുന്നത്. അവരെ സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് അവരുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 50.
അല്ലേ? അപ്പം നമുക്കറിയാം എക്സ് മൈനസ് 50/5 ആണ് ഇതിന് കറസ്പോണ്ടിങ് ആയ സ്റ്റാൻഡേർഡ് നോർമൽ. അപ്പം നമ്മൾ ഈ എക്സിനെ എനിക്ക് സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റണം. സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റണമെങ്കിൽ എക്സിന്ന് ഞാൻ 50 മൈനസ് ചെയ്യണം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എക്സിന്ന് -50 ചെയ്തു, ഡിവൈഡഡ് ബൈ 5 ചെയ്തു. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ഈ ഇൻഇക്വാളിറ്റീൻ്റെ ഇപ്പുറത്തെ സൈഡിൽ 50 ഉണ്ട്. അപ്പോൾ എക്സിന് ഞാൻ എന്തൊക്കെ മാറ്റം വരുത്തുന്നു അതന്നെ ഞാൻ ആർക്കും വരുത്തണം, ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ആർക്കും മാറ്റി. ഇപ്പോൾ 50 ആണ് ഓൾറെഡി ഉണ്ടായിരുന്നത്, അതിന് എന്ത് ചെയ്യണം, എക്സിന്ന് ഞാൻ 50 മൈനസ് ചെയ്തു. അപ്പോൾ 50 ഞാൻ 50 മൈനസ് ചെയ്തു, 5 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്തു, ഇവിടെയും ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂവിന് യാതൊരു മാറ്റവും വരുന്നില്ല, അത് ബാലൻസ്ഡ് ആയിട്ട് തന്നെ നിൽക്കും. കാരണം ഇവിടെ ചെയ്തതെല്ലാം ഇവിടെ 50 മൈനസ് ചെയ്തു, ഇവിടെ 50 മൈനസ് ചെയ്തു, ഇവിടെ ഹോൾ ഡിവൈഡ് ബൈ 5 ചെയ്തു, ഇവിടെയും ഹോൾ ഡിവൈഡഡ് ബൈ 5 ചെയ്തു. ഓക്കെ, അപ്പോൾ നോക്കൂ എന്താണ് എക്സ് മൈനസ് 50 ഡിവൈഡഡ് ബൈ 5? അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് റാൻഡം വേരിയബിൾ, സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ സെഡ് ആണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, അതിൻ്റെ സ്ഥാനത്ത് എങ്ങനെ എന്തെഴുതാം, പ്രോബബിലിറ്റി ഓഫ് സെഡ് എന്ന് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് സെഡ് ഇസ് ലെസ് ദാൻ 0 അല്ലെ, 50 മൈനസ് 50 0. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ടേബിൾസ് സ്റ്റാൻഡേർഡ് നോർമൽ കേർവിൽ ഇത് നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. സ്റ്റാൻഡേർഡ് നോർമൽ കേർവിൽ മിഡിൽ 0 ഉണ്ട്. ഇതാണ് സ്റ്റാൻഡേർഡ് നോർമൽ കേർവാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എൻ്റെ സെഡിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണ്. 0-നെക്കാട്ടും കുറവായിട്ടൊക്കെ ഏത് വാല്യൂ എടുക്കാൻ പറ്റുക, -∞ ടു 0 എന്ന് പറഞ്ഞ വാല്യൂ അല്ലേ. അപ്പോൾ 0-നെക്കാട്ടും കുറവായിട്ട് എടുക്കുന്ന വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, ഇതെന്താണ് നോക്കൂ, ഇതിനിപ്പോൾ ടേബിളൊന്നും വേണ്ട കണ്ടുപിടിക്കാൻ അല്ലേ. ദിസ് ഇസ് ആക്ച്വലി പ്രോബബിലിറ്റി ഓഫ്, വിശദമായിട്ട് എഴുതുകയെന്ന് വെച്ചാൽ -∞ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0 ആണ്. ദറ്റ് ഈസ് ഈ സ്റ്റാൻഡേർഡ് നോർമൽ കേർവിൻ്റെ കറക്റ്റ് ഹാഫാണ്. നമുക്കറിയാം കറക്റ്റ് ഹാഫിൻ്റെ പ്രോബബിലിറ്റി ഈസ് 0.5. അപ്പോൾ ആൻസർ ഈസ് 0.5. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടേബിളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 60 ആയിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എഗെയിൻ എക്സിനെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റുന്നു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് മൈനസ് 50 ഡിവൈഡഡ് ബൈ 5 എന്ന് ചെയ്തു, എന്നാലേ അയാൾ സ്റ്റാൻഡേർഡ് നോർമൽ ആവുള്ളൂ. അപ്പോൾ അതേ കാര്യം എക്സിന് എന്ത് ചെയ്തു അതന്നെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന 60ക്കും ചെയ്യാൻ പോവാണ്. അപ്പോൾ 60 മൈനസ് 50 ഡിവൈഡഡ് ബൈ 5 എന്ന് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് മൈനസ് 50/5 ഇസ് മൈ സെഡ്, സെഡ് ആണ്. സെഡ് ലെസ് ദാൻ 60 മൈനസ് 50 10/5 2 ആണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എക്സിലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 60 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ, നോർമൽ റാൻഡം വേരിയബിൾ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യനെ നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിളുള്ള ഒരു ക്വസ്റ്റ്യനാക്കി മാറ്റി, വിച്ച് ഇസ് പ്രോബബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ 2. അപ്പോൾ ഈ കാര്യം, ഈ പ്രോബബിലിറ്റി നമ്മൾ എന്ത് ചെയ്യാം, ഇതിലത്തെ ഏരിയ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് സെഡ് ഇസ് ഈക്വൽ ടു 0. സെഡ് 2 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ അല്ല, അപ്പോൾ ഈ സൈഡിലുണ്ട്. സെഡ് ഇസ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ എന്താണ്, സെഡിൻ്റെ വാല്യൂ 2-നെക്കാട്ടും കുറവാവുക എന്ന് പറഞ്ഞാൽ ഏത് പോർഷനാണ് വരാൻ പോകുന്നത്, ഈ പോർഷനാണ് വരാൻ പോകുന്നത്. സെഡ് ഇസ് ലെസ് ദാൻ 2. അപ്പോൾ ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് എഴുതുകയെന്ന് വെച്ചാൽ സെഡ് ലൈസ് ബിറ്റ്വീൻ -∞ and 2. പ്രോബബിലിറ്റി ഓഫ് -∞ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2 ആണ് ആ ഏരിയ. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് നോക്കുമ്പോൾ 0 മുതലുള്ള ഏരിയാസേ നമുക്ക് കിട്ടുള്ളൂ. 0 മുതൽ, ഇപ്പോൾ 2 നോക്കുകയാണെന്ന് വെച്ചാൽ 0 മുതൽ 2 വരെയുള്ള ഏരിയ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടോട്ടൽ ഏരിയനെ നമ്മൾ 2 ഏരിയകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. -∞ മുതൽ 0 വരെയുള്ളത് പ്ലസ് 0 to 2. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് -∞ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0, അതാണ് ഈ ഫസ്റ്റ് പാർട്ട്. പ്ലസ് സെക്കൻഡ് പാർട്ട് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2, ഇതാണ് സെക്കൻഡ് പാർട്ട്. ഇത് ഫസ്റ്റ് പാർട്ട് -∞ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0 ആണ്, ഹാഫ് പോർഷനാണ്, ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഈസ് 0.5 പ്ലസ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2. ഇത് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ്, സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കണം. സെഡിൻ്റെ വാല്യൂ 2-ന് നേരെ വരുന്ന വാല്യൂ, 2.0-ന് നേരെ വരുന്ന വാല്യൂ എന്താണ്, 0.4772 ആണ്.
നമുക്കവിടെ വരുന്ന വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി അവിടെ 0.4772 അല്ലേ. ആൻഡ് ദ ആൻസർ ഇസ് 0.9772. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് 45 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 60 അല്ലേ. അപ്പോൾ ഇയാളെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റുന്നു, 50 മൈനസ് ചെയ്യുന്നു, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ കാര്യം ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന നമ്പേഴ്സിനും സെയിം കാര്യം നമ്മൾ ചെയ്യണം അല്ലേ, എന്നാലേ ഇത് മാറ്റമില്ലാതെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്, എനിക്ക് ചെയ്യേണ്ടത് എക്സ് എന്ന് എനിക്ക് 50 മൈനസ് ചെയ്യണം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതേ കാര്യം ഞാൻ ആർക്കും ചെയ്യാൻ പോവാണ്. 45 മൈനസ് 50 ഹോൾ ഡിവൈഡഡ് ബൈ 5. ആൻഡ് ഇവിടെ ചെയ്യുമ്പോഴോ 60 മൈനസ് 50 ഹോൾ ഡിവൈഡഡ് ബൈ 5 അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് മിഡിൽ പോർഷൻ എന്താണ്? എക്സ് മൈനസ് 50 ബൈ 5 ഇസ് മൈ സെഡ്. അപ്പോൾ ഇവിടെ സെഡ് എഴുതി അല്ലേ. ഇപ്പുറത്തെ സൈഡിൽ എന്ത് വന്നു? 45 മൈനസ് 50 ഇസ് മൈനസ് 5. മൈനസ് 5 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -1 വന്നു. ലെസ് ദാൻ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വന്നാൽ ലെസ് ദാൻ വന്നാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാലും വ്യത്യാസമില്ല കേട്ടോ. അപ്പോൾ -1 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 60 മൈനസ് 50 10 ബൈ 5 ഇസ് 2. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്തായി മാറി? നോർമൽ റാൻഡം വേരിയബിൾ ഉണ്ടായിരുന്ന എൻ്റെ ക്വസ്റ്റ്യനെ ഞാനിപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിളിൽ ഈ രൂപത്തിലേക്ക് മാറ്റി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 45 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 60 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമലിൽ എന്ത് പറയണതിന് തുല്യമാണ്? പ്രോബബിലിറ്റി ഓഫ് -1 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2 എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ ഏരിയ അല്ലെങ്കിൽ ഈ പ്രോബബിലിറ്റീൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കേർവിൽ നോക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ്. സെഡിൻ്റെ വാല്യൂ -1 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈഡിൽ വരും, അതാണ് സീറോൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരും. ആൻഡ് 2 എന്ന് പറയുന്നത് പോസിറ്റീവ് സൈഡിൽ വരും അല്ലേ. അപ്പോൾ എനിക്ക് കാണേണ്ടത് -1ൻ്റെയും 2ൻ്റെ ഇടയിൽ സെഡ് കിടക്കാനുള്ള പ്രോബബിലിറ്റി, അതായത് -1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള ഈ ഏരിയ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സീറോൻ്റെ ടേംസിൽ വേണം ഏരിയ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ കാണണം? ഇതിനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 1 from -1 to 0, the other 0 to 2. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് -1 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0, അത് ആദ്യത്തെ പാർട്ട്, -1 മുതൽ 0 വരെ, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2. ഇങ്ങനെ രണ്ട് പാർട്ടുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. -1 മുതൽ 0 വരെയുള്ള പാർട്ട് ആ ഏരിയ എന്ന് പറയുന്നതും 0 to +1 എന്നുള്ള ഏരിയയ്ക്ക് തുല്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഇവിടെ എന്ത് ചെയ്യുന്നു? 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2 എന്ന് മാറ്റല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു, ഇനി നമ്മൾ ടേബിളിൽ നോക്കുകയാണ്. ടേബിളിൽ സെഡ് ഇസ് ഈക്വൽ ടു 1ന് നോക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 0.3413. ദിസ് ഇസ് 0.3413 പ്ലസ് സെഡ് 2ന് നോക്കുകയാണ് അല്ലേ. സെഡ് 2ന് നോക്കുമ്പോൾ എന്താ വരുന്നത്? 2.0 നോക്കുക. 0.4772 എന്നാണ് ടേബിളിൽ കിട്ടുന്നത്. 4772. അപ്പം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വാല്യൂ 0.8185 എന്നുള്ള വാല്യൂ ആണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു മോഡുലസ് വന്നിട്ടുണ്ട്, ആബ്സല്യൂട്ട് വാല്യൂ. പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് x-50 ഇസ് ലെസ് ദാൻ 5 എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്കിതിനെ സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റണം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റാനുള്ള ഓൾറെഡി x-50 ഇവിടെയുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് നോർമലാക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് x-50 ഡിവൈഡഡ് ബൈ 5. 5 മോഡുലസിൻ്റെ ഉള്ളിലിട്ടാലും പുറത്തിട്ടാലും കുഴപ്പമില്ല, അത് ഒരു പോസിറ്റീവ് നമ്പർ തന്നെയാണ്. ലെസ് ദാൻ 5. ഇപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ 5 മാത്രമാണ് ഞാൻ വരുത്തിയ മാറ്റം. അപ്പം അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള നമ്പറിനെയും എന്ത് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ,
അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 50/5, ദറ്റ് ഈസ് മോഡുലസ് ഓഫ് സെഡ് ലെസ് ദാൻ 5/5 വിച്ച് ഈസ് 1. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ നമ്മൾ മോഡുലസ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെങ്ങനെ എഴുതാന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് -1 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1 എന്ന് എഴുതും. അപ്പോൾ മോഡുലസ് വരുന്ന ഒരു കേസിൽ മോഡുലസ് ഓഫ് സെഡ് ലെസ് ദാൻ 1 എന്ന് വന്നു കഴിഞ്ഞാൽ മോഡുലസ് ഒഴിവാക്കിയിട്ട് നമ്മൾ എങ്ങനെ എഴുതുക? -1 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1. അപ്പോൾ ഇത് നമുക്ക് നമ്മളെ സ്റ്റാൻഡേർഡ് നോർമൽ കർവിൽ അതിനെ ഒന്ന് മാർക്ക് ചെയ്യാം. സെഡ് -1 ഈ സൈഡിൽ വരുന്നു, സെഡ് +1 ഈ സൈഡിൽ. -1ൻ്റെയും +1ൻ്റെയും ഇടയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ. അപ്പം നമ്മൾ ചെയ്യാം, നമുക്കറിയാം. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. -1 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0 ഈ പോർഷൻ, പ്ലസ് അതിൻ്റെ കൂടെ ആര് ആഡ് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1. ദിസ് ഇസ് ഈക്വൽ ടു -1 മുതൽ 0 വരെയുള്ള ഏരിയയും 0 മുതൽ +1 വരെയുള്ള ഏരിയയും തുല്യമാണ്. ഇതിന് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1 എഴുതാം, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1 വിച്ച് ഇസ് ഈക്വൽ ടു 2 times probability of 0 less than z less than 1, which is equal to 2 into നമ്മൾ ടേബിൾസിൽ നോക്കുമ്പോൾ 1 ആണ് അല്ലേ? 1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 0.3413 ആണ്. 2 into 0.3413 അതാണ് ഈ പ്രോബബിലിറ്റി കിട്ടിയത്. ആൻഡ് സോ ദ ആൻസർ ഈസ് 0.6826. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ.